5 വർഷം മുമ്പ് ഇതുപോലെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്താൽ വന്നപ്പോൾ എൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ കളമശ്ശേരിക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ നല്ല ഓർമ്മയുണ്ടായിരുന്നതുകൊണ്ട് ആ പ്രസംഗത്തിൽ അവയെല്ലാം ആവർത്തിക്കുകയുണ്ടായി. ഇന്നിപ്പോഴ് നമ്മുടെ ഈ കൺവെൻഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് പ്രദർശിപ്പിച്ച വീഡിയോയിൽ ഞാൻ നോക്കുമ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇന്നിവിടെ വീണ്ടും ജനവിധി നേടുന്നതിന് രാജീവ് വന്നിട്ടുള്ളത്. നമ്മുടെ സർവകലാശാലയിലെ ഒരു ലോകോത്തര ലാബ് 200 ചില്ലാനം കോടി രൂപയാണ്. ക്യാൻസർ ആശുപത്രി, മെഡിക്കൽ കോളേജിലെ പുതിയ ബ്ലോക്ക്, സീപോർട്ട് എയർപോർട്ട് റോഡ്, ഇത്തരത്തിൽ അന്ന് പറഞ്ഞത് മുഴുവൻ ഇതൊരു പുതിയ അനുഭവമാണ് കേട്ടോ. കഴിഞ്ഞ തവണ വോട്ട് ചോദിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 900 വാഗ്ദാനങ്ങൾ നൽകിയ. അപ്പോ ചിലര് ചോദിച്ചു, ഇതെന്തിന് 900 ആരോർത്തിരിക്കാൻ പോണു, ആരിത് മുഴുവൻ വായിക്കാൻ പോണു? ഒരു 10-15 കാര്യങ്ങൾ പറഞ്ഞ് നിർത്തയല്ലേ വേണ്ടത്? എന്തുകൊണ്ടാ? പറഞ്ഞത് ചെയ്യുന്നൊരു മുന്നണിയാണെന്ന്, ചെയ്യാൻ പറ്റുന്നതേ പറയത്തുള്ളൂ എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. ഈ 900 ഓരോ വർഷവും ഇതിൽ എന്ത് ചെയ്തു, എത്ര ചെയ്തു എന്നുള്ളത് അച്ചടിച്ച് നാട്ടുകാരുടെ മുന്നിൽ സമർപ്പിച്ച പോലെ. അതുകൊണ്ട് രാജീവ് ഇവിടെ സംസാരിച്ചപ്പോൾ ആ വീഡിയോയിൽ തന്നെ ഇനി എന്ത് അതിൻ്റെ ഒരു സൂചനയും നൽകിയിട്ടുണ്ട് കേട്ടോ. എനിക്കറിഞ്ഞൂടാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന്. ഒരു ലുലുവിൻ്റെ ഫുഡ് ഫാക്ടറി ആവാം, അതിൽ കാണാൻ ഭംഗിയുണ്ടായിരുന്നത് ലോജിസ്റ്റിക് പാർക്കാണ്. അതിൻ്റെ പക്ഷെ ഞാൻ കാണുന്ന ദർശനം, വിഷൻ, ഇതൊക്കെ ഉണ്ടാവും. അതിനേക്കാളൊക്കെ പ്രധാനം എന്താണെന്നറിയാമോ? നമ്മുടെ സർവകലാശാലയെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. 400 ചില്ലാനം കോടി രൂപയാണ് പുതിയ സെന്ററുകളും കാര്യങ്ങളുമെല്ലാം. ക്യാൻസർ റിസർച്ച് സെന്ററാണ്. ഭാവിയുടെ പദാർത്ഥമായിട്ടുള്ള ഗ്രാഫീൻ ഗവേഷണത്തിന്റെ ശാലയാണ്. ഇവിടെയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, ആ അറിവിനെ ആസ്പദമാക്കി അവ നൂതന സാങ്കേതിക വിദ്യകളാക്കി, ഉൽപ്പന്നങ്ങളാക്കി വ്യവസായങ്ങൾ തുടങ്ങാനുള്ള ഇന്നവേഷൻ സോൺ. ഇപ്പൊ തന്നെ നമുക്ക് സ്റ്റാർട്ടപ്പ് വില്ലേജും മറ്റുമുണ്ട്. അതിനോടൊപ്പം ഇന്നവേഷൻ സോൺ. ഇതിലെല്ലാം വരുന്ന സ്റ്റാർട്ടപ്പുകൾ അടുത്ത 5 വർഷം കൊണ്ട് 2.5 ലക്ഷം പേർക്ക് ജോലി ചെയ്യുന്നൊരു മേഖലയായിട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് കേട്ടോ. പുതിയ വിജ്ഞാനത്തെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഈ സ്ഥാപനങ്ങൾ അതിൽ മുതൽ മുടക്കുന്നു. അതിനെ ആസ്പദമാക്കി നമ്മുടെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങളിൽ നിന്ന് പുതിയ സംരംഭകരുടെ ഒരു നിരവ് കൊണ്ടുവരുന്നു. അപ്പൊ പഴയ ആൾക്കാരൊന്നും വേണ്ടെന്നല്ല, ലുലു വരുന്നുണ്ട്, അദാനി വരുന്നുണ്ട്, അതൊക്കെ വരും. അവര് മാത്രമല്ലെന്ന്
നാളത്തെ മൂലധനം എന്ന് പറയുന്നത് മൂള കൂടിയാണ് കേട്ടോ. വിജ്ഞാനമുണ്ട്, എൻ്റെ ആശയമുണ്ട്, നൂതന വിദ്യയുണ്ടെങ്കിൽ പണം വന്നോളൂ. അങ്ങനത്തെ ഒരു കളമശ്ശേരി. ഇത് കളമശ്ശേരിക്ക് മാത്രമല്ല, അങ്കമാലിയിലാണ് നമ്മള് ഗിഫ്റ്റ് സിറ്റി വരാൻ പോകുന്നത്. ആ കുശുംബന്മാര് BJP-ക്കാര് നമുക്ക് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു ഗുജറാത്തി അഹമ്മദാബാദിൽ മാത്രമേ ഉള്ളൂന്ന്. എന്നാ വേണ്ട, അവരില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ തനിച്ച് ചെയ്യും എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പോയ സൈബർ വാലി. ടെക്നോ പാർക്ക് പോലെയൊന്നുമില്ല, സിലിക്കൺ വാലി പോലൊരു സൈബർ വാലി 300 ഏക്കറില്. ഇവയൊക്കെ ഓരോന്നും അങ്ങ് പടർന്ന് പിടിക്കുമ്പോഴേ നമ്മുടെ വീഡിയോയിൽ കണ്ട ആ ചിത്രങ്ങളില്ലേ തുടക്കത്തിൽ കണ്ടത്, നിങ്ങൾ ദുബായിൽ നിന്ന് എടുത്തതാണോ എന്നൊക്കെ ചിന്തിച്ചത്, അതുപോലത്തൊരു കേരളം ഉണ്ടായി വരാൻ പോയി. അതിനു വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനവിധി തേടുന്നത്.